എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. എടവണ്ണ ഒതായി മനാഫ് വധക്കേസിൽ ഒന്നാം പ്രതി ഷെഫീഖ് മാലങ്ങാടന് ജീവപര്യന്തം തടവ് ശിക്ഷ. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AV ടെല്ലസാണ് ഇന്ന് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തം തടവിന് പുറമെ 1 ലക്ഷം രൂപ പിഴയും അടക്കണം. പിഴത്തുക കേസിലെ രണ്ടാം സാക്ഷിയും മനാഫിന്റെ സഹോദരിയുമായ ഫാത്തിമയ്ക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഭാര്യയും താനും രോഗികളാണെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണെന്നും പ്രതി ഷെഫീഖ് കോടതിയിൽ പറഞ്ഞു. 30 വർഷമായി തുടരുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിലെ ഒന്നാം പ്രതിക്ക് കോടതി ശിക്ഷ വിധിക്കുന്നത്. തെളിവുകളുടെ അഭാവത്തിൽ PV അൻവർ അടക്കമുള്ള മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. ഞങ്ങളെ സഹായിച്ച അഡ്വക്കേറ്റ് അനിൽ സാറ്, അനിൽകുമാർ സാറ്, അതുപോലെ ആസാദ് സാറ്, അതുപോലെ വിനോദ്, ഇങ്ങനെ അവരുടെ സ്റ്റാഫുകൾ, ഓഫീസ് സ്റ്റാഫുകൾ, ഇവരൊക്കെ വളരെയേറെ ആത്മാർത്ഥതയോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പരിശ്രമം മാത്രമല്ല, ഞങ്ങളുടെ അഡ്വക്കേറ്റ്സിൻ്റെ പരിശ്രമം കൂടി, അവരുടെ ആത്മാർത്ഥമായ ശ്രമം കൂടി കേസിൻ്റെ ശിക്ഷാവിധിയിൽ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള നന്ദി കൂടി നിങ്ങൾ മുഖേന ഞങ്ങൾ എല്ലാവർക്കും ഈ കേസുമായിട്ട്, ഞങ്ങളുടെ ഈ പ്രശ്നവുമായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ച മറ്റു നാട്ടുകാർക്ക് എല്ലാവർക്കും, അതുപോലെ പത്രമാധ്യമങ്ങൾ എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും അർപ്പിക്കുകയാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ വലിയ വലിയ പുള്ളികളായിരുന്നു, പിന്നീട് അവരൊക്കെ പേരൊന്നും വായിച്ച് കഴിയുന്ന സാഹചര്യം ഇല്ല. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രതികളൊക്കെ തന്നെ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ PV അൻവറിൻ്റെ MLA PV അൻവറിൻ്റെ പിതാവും, അതുപോലെ തന്നെ അവരുടെ സഹോദരി പുത്രന്മാരും, പിന്നെ അവരുടെ തൊട്ട് ബന്ധുക്കൾ അടുത്ത PV അൻവറയിൽ അന്ന് പിന്നെ 4ാം പ്രതിയാണ്. കഴിഞ്ഞ കേസ് വിചാരണയിൽ 2ാം പ്രതിയായിരുന്നു. അതിൽ വെറുതെ വിട്ടുപോയല്ലോ. PV അൻവർ അടക്കം അതിൽ പ്രതിയായിരുന്നു. അതിന് ശേഷമാണ് MLA ആയി വരുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ അവരും ഇതിൽ പ്രതിയാണ്. അവരുടെയൊക്കെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ, പിന്നെ അവരുടെ ധിക്കാരവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പബ്ലിക് പരസ്യമായിട്ട് ഒതായി അങ്ങാടിയിൽ വെച്ച് രാവിലെ 11:30 ഈ കൊലപാതകം നടത്തുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുന്നത്. സാക്ഷി പറയാൻ ഒരുപാട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. എന്നിരുന്നാലും കൂറുമാറിയ സാക്ഷികളൊക്കെ വളരെ പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട സാക്ഷികളായിരുന്നു. അവരൊക്കെ സ്വയം പോലീസിനോട് പിന്നെ മൊഴി കൊടുത്ത ആളുകളായിരുന്നു. അവരൊക്കെ എന്തിൻ്റെയൊക്കെ സ്വാധീനത്തിൽ, ആ സ്വാധീനം എന്താണെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല, എന്തിൻ്റെയൊക്കെയോ സ്വാധീനത്തിൽ അവർ കൂറുമാറി പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രലോഭനങ്ങൾ കൊണ്ടോ ഒക്കെ ആയിട്ട് അവർ കൂറുമാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു തിരിച്ചടിയായി കണ്ടിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഞങ്ങളുടെ വക്കീൽമാരുടെ ഈ ആത്മാർത്ഥമായ പരിശ്രമം ഈ കേസ് വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എ പ്ലസ് വിഷൻ മഞ്ചേരി.